അപ്പോൾ ക്രൂസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഓയിൽ തലച്ചോറിൽ നിന്ന് താഴെ എത്തിയതിന് ശേഷം അവിടെ നിന്ന് ഗ്യാസ് ഫോർമേഷനകത്ത് വീണ്ടും ഇത് തലച്ചോറിലെത്തി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് വേഗസ് നെർവ് എന്ന് പറയുന്ന ആ നർവ് വഴി ശരീരത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ ഓർഗൻസിനകത്തേക്കും ശരീരമാസകലം ഈ പവർ അങ്ങോട്ട് വ്യാപരിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തെയാണ് ശരിക്കും ക്രൂസിഫിക്കേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ വേഗസ് നെർവ് നമ്മൾ തിരിച്ച് ഈ തലച്ചോറിനകത്ത് ഈ വരുന്ന ആ വെർട്ടിബ്രയ്ക്കകത്ത് ആ സ്പൈനൽ കോഡിൻ്റെ ആ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കഴുത്തിന് മുകളിലായിട്ട് തലയോട്ടിയുടെ ഏകദേശം താഴ്ഭാഗത്ത്, കഴുത്തിൻ്റെ മേൽഭാഗത്ത്, തലയോട്ടിയുടെ കീഴ്ഭാഗത്ത് അവിടെയായിട്ടാണ് ഈ വേഗസ് നെർവ് വന്ന് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ നട്ടലിനെ ക്രോസ് ചെയ്താണ് ഈ വേഗസ് നെർവ്. അതുകൊണ്ടാണ് ക്രോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, കുരിശ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ക്രോസ്, ആ ക്രോസ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ വേഗസ് നെർവ് അങ്ങനെ ക്രോസ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ ക്രൂസിഫിക്കേഷൻ എന്ന് പറയാൻ കാരണം. ഞാനതിൻ്റെ 1-2 ഡയഗ്രം കാണിക്കാം, അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ നല്ല രീതിയിൽ മനസ്സിലാവും. സോ നോക്കിക്കേ, ഇതാണ് ആ തലച്ചോറിൻ്റെ അടിഭാഗത്ത് ആ വേഗസ് നെർവിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ആ കീഴ്ഭാഗത്താണ്. അവിടെയാണ് ഈ വേഗസ് നെർവിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ആ നെർവ് അവിടെ നിന്ന് തുടങ്ങി ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലേക്കും ഇന്നർ ഓർഗൻസിനകത്തേക്കും ആ നെർവ് വ്യാപിക്കുന്നുണ്ട്. എല്ലാ ഇന്നർ ഓർഗൻസിനകത്തേക്കും ആ നെർവിൻ്റെ ഭാഗങ്ങൾ എത്തുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് അത് കറക്റ്റായിട്ട് ആ ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഹാർട്ടിലേക്ക്, ലിവറിലേക്ക്, ലങ്സിനകത്തേക്ക്, സ്പ്ലീനിനകത്തേക്ക്, നമ്മുടെ കുടലുകളിലേക്ക്, വൻകുടലിലും ചെറുകുടലിലേക്കും, അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആ വേഗസ് നെർവിൻ്റെ ശാഖകൾ എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ജീസസിനെ ഗോൽഗോഥായിലെ പ്ലേസ് ഓഫ് സ്കൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ക്രൂശിച്ചത്. തലയോട്ടിടം, മലയാളം ബൈബിളിനകത്ത് അങ്ങനെ എഴുതിയിട്ടുണ്ട്, തലയോട്ടിടം ഗോൽഗോഥ എന്ന് പറയുന്ന സ്ഥലത്താണ്. സോ അത് നമ്മുടെ ഈ സ്കളിൻ്റെ ഏറ്റവും താഴെ ഈ കഴുത്തിൻ്റെ മുകളിൽ വരുന്ന ആ പോർഷനാണ്. അവിടെ നിന്നാണ് ഈ വേഗസ് നെർവ് തുടങ്ങുന്നത്. ഒരു ക്രോസ് ആയിട്ട് അവിടെ നിന്ന് ക്രോസ് ചെയ്ത് വരും. നിങ്ങൾ ആ ഇമേജ് ഒന്ന് നോക്കിയേ, ഇതാണ് ആ നെർവ് തുടങ്ങുന്ന സ്ഥലം. ഈ ആദ്യത്തെ ഇമേജും രണ്ടാമത്തെ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവും മറ്റേത് അതിൻ്റെ ബാക്ക് വ്യൂ ആണ്. ഈ ഫ്രണ്ട് വ്യൂ, ആദ്യത്തെ ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനകത്തുനിന്ന് തോന്നുന്നുണ്ടോ എന്ന് ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. എന്തെങ്കിലും സിമിലാരിറ്റിയോ എന്തെങ്കിലും കണ്ടു മറന്ന പടത്തിൻ്റെ ഒരു എന്തെങ്കിലും കാണുന്നുണ്ടോ? ബാക്ക് പോർഷനിൽ കാണത്തില്ല, ഫ്രണ്ട് പോർഷനിൽ. ഞാനിതിൻ്റെ വേറൊരു ഡയമെൻഷൻ എടുക്കാം, അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമാകും. നോക്കി, ഇതിൻ്റെ ഒരു സൈഡ് വ്യൂ ആയത്. ഈ മഞ്ഞ കളറിൽ കാണുന്ന പിക്ചർ ഇതിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ്. എന്തെങ്കിലും കാണുന്നുണ്ടോ? ഈ മൗസ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന പോർഷൻ ജീസസിൻ്റെ തലയായിട്ടും ഞാൻ ഇപ്പോൾ വെച്ചിരിക്കുന്ന പോർഷൻ ജീസസിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗമായിട്ടും ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അതൊരു കൈയുടെ ഭാഗമായിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? കുരിശിൽ കിടക്കുന്ന ഒരു രൂപമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? അതായത് ഇവിടെ ഒരു തല, ഇവിടെ ചെസ്റ്റ്, ഇവിടെ കൈ ഇങ്ങനെ വിടർത്തി വെച്ചിരിക്കുന്നതായിട്ട് ഈ മഞ്ഞ കളർ പിക്ചറിനകത്ത്. അപ്പോൾ ഒരു ക്രൂശിൽ ഇങ്ങനെ ഒരാളിങ്ങനെ കിടക്കുന്ന രൂപം പോലെ കാണാമല്ലേ? അപ്പോൾ ജീസസിൻ്റെ ക്രൂശീകരണം എന്താണെന്ന് മനസ്സിലായോ? ഇത് ഞാൻ വരച്ച് വെച്ചേക്കുന്നതൊന്നുമല്ല, നമ്മുടെ തലച്ചോറിനകത്ത് ആ വേഗസ് നെർവിൻ്റെ ഇരിക്കുന്ന പോർഷനകത്ത് അതിനകത്തുള്ള പടമാണ്. ഇത് നിങ്ങൾ ഗൂഗിളിൽ തപ്പി നോക്കിയാലും കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മെഡിക്കൽ കോളേജിനകത്ത് ഈ ശരീരത്തിൻ്റെ പോർഷനൊക്കെ ഇങ്ങനെ സ്പിരിറ്റിലിട്ട് വെച്ചിട്ടുണ്ട്, അവിടെ പോയി നോക്കിയാലും ഇത് കിട്ടും. മെഡിക്കൽ സ്റ്റുഡൻസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ ഡയഗ്രാമൊക്കെ എടുത്തു തരും. ഓക്കെ, അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരാൾ ക്രൂശിൽ മരിച്ചു കിടക്കുന്ന ഒരു പടം പോലെയാണ് നമുക്കിതിനെ കാണാൻ പറ്റുക. അപ്പോൾ ഇത് ശരിക്കും ഇവിടെ നിന്നാണ് ആ വേഗസ് നെർവിൻ്റെ തുടക്കം വരുന്നത്, 2 സൈഡിലേക്ക്. പിന്നെ അവിടെ നിന്ന് താഴോട്ട് ശരീരം മുഴുവൻ തുടങ്ങുന്ന ഇവിടെയാണ്. സോ ഇതാണ് അതിൻ്റെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇതേ കാര്യം തന്നെയാണ് നമ്മൾ മറ്റൊരു ഡയമെൻഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് താഴോട്ടുള്ള ഭാഗം, താഴോട്ട് കിടക്കുന്ന ഭാഗം ഒരു തുമ്പിക്കൈ പോലെ തോന്നും. അപ്പോൾ 2 വലിയ ചെവിയും ഒരു തുമ്പിക്കൈയൊക്കെ വെച്ച് ഒരു ആനയുടെ മസ്തിഷ്കം പോലെ തോന്നും. ഇതാണ് ഗണപതിയുടെ സങ്കല്പം. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പീനിയൽ ഗ്ലാൻഡും പീറ്റ്യൂട്ടറി ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ മതഗ്രന്ഥങ്ങളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാകും. എല്ലാ ദൈവിക സങ്കല്പം അവിടെയും ഉണ്ട്. സൂര്യനും ചന്ദ്രനും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യമാണ് ശിവനും പാർവതിയും. നെഗറ്റീവ് എനർജി ആൻഡ് പോസിറ്റീവ് എനർജി, അത് തന്നെയാണ് അർദ്ധനാരീശ്വര ഭാവം എന്ന് പറയുന്നത്. സോ ഇതാണ് ശരിക്കും ക്രൂസിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്. സോ ഇവിടെ വെച്ചിട്ടാണ് ആ വേഗസ് നെർവിനകത്തോട്ട് ആ എനർജി സിസ്റ്റം പാസ് ചെയ്യുന്നത്. അങ്ങനെ പാസ് ചെയ്തിട്ട് ശരീരത്തിൻ്റെ അറ്റത്തോളം, ലോകത്തിൻ്റെ അറ്റത്തോളം പോയി എല്ലാ
ജാതികളെയും സുവിശേഷം അറിയിക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ. സോ ഈ ഒരു നെർവ് സിസ്റ്റത്തിനകത്തൂടെ, ഈ വേഗസ് നെർവിൻ്റെ അത് അകത്തുകൂടെ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലേക്കും എല്ലാ ഇന്നർ ഓർഗൻസിനകത്തേക്കും ഈ എനർജി പാസ്സാവും. അപ്പോഴാണ് ശരീരത്തിൻ്റെ ഓരോ സെല്ലുകളും ഈ എനർജിയുടെ പവർ സ്വീകരിച്ചിട്ട് റീജനറേഷൻ സംഭവിക്കുന്നത്. തലച്ചോറിൽ നിന്ന് ആ ഓയിൽ താഴെ എത്തി, താഴെ നിന്ന് ഗ്യാസ് ഫോർമേഷനിൽ കൂടെ നമ്മൾ തിരിച്ചതിനെ ബ്രെയിനിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് വേഗസ് നെർവിലൂടെ ഈ എനർജി ട്രാൻസ്ഫോർമേഷൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്ക് എത്തും. അങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ എനർജി വൈബ്രേഷൻ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ശരീരത്തിനകത്തുള്ള എല്ലാ കോശങ്ങളും റീജനറേറ്റഡ് ആവും. ഇതാണ് ബോൺ അഗെയിൻ എന്ന് പറയുന്ന പ്രോസസ്സ്, വീണ്ടും ജനനം. അപ്പോൾ വീണ്ടും ജനനം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കോശങ്ങളുടെയും റിജുവനേഷനാണ്. ഇത് നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ ശരീരത്തിനകത്ത് ഇത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. പക്ഷെ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു സിസ്റ്റത്തിനെ നമ്മളുടെയും കൂടെ അറിവോടും സമ്മതത്തോടും എഫേർട്ടോടും കൂടെ നമ്മൾ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചെയ്തു എടുക്കേണ്ടി വരും. യങ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇത് നമ്മൾ തന്നെ അറിയാതെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബൈബിളിനകത്ത് നോക്കിയാൽ കാണാം, മനുഷ്യൻ്റെ ആയുസ് ഒരു 120 വരെ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു 60 വയസ്സ് 70 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് നമ്മൾ മാനുവലി ചെയ്യണം. ഒരു 60 വയസ്സ് 70 വയസ്സ് വരെ പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിനകത്ത് ഇത് ഓട്ടോമാറ്റിക്കലി നടക്കും. ഈ സണ്ണിൻ്റെയും മൂണിൻ്റെയും അട്രാക്ഷനിലൂടെ നമ്മുടെ ബർത്ത്ഡേയുടെ അന്ന് ഈ സ്റ്റിമുലേഷനൊക്കെ നടന്നിട്ട് ഈ ആക്ടിവേഷൻ പ്രോസസ്സൊക്കെ നമ്മൾ അറിയാതെ തന്നെ നടക്കും. പക്ഷേ ഒരു 60-70 വയസ്സ് കഴിഞ്ഞ് 120 വയസ്സ് വരെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിതറിഞ്ഞ് നമ്മളും കൂടെ എഫേർട്ട് ഇട്ടാലേ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് 60-70, ഏറിയാൽ 80. അതിന് മുകളിലോട്ട് പോകണോ നമ്മൾ കൂടെ വിചാരിക്കണം. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ നരയും ചുളിവുകളും നമ്മുടെ ശരീരത്തിനകത്തുള്ള പെയിനും ജോയിൻറ്റും ഒക്കെ ഒന്ന് പക്കയായിട്ട് നല്ല ആരോഗ്യമായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചുളിവൊക്കെ പോവും, അകാല നരയൊക്കെ പോവും. നമ്മുടെ ശരീരത്തിനകത്തുള്ള പെയിനും വൈഷമ്യങ്ങളും ജോയിൻറ്റ് പെയിൻസും ഒക്കെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോവും. എല്ലാ സെൽസും റീജനറേഷൻ ആകും. ഡയബറ്റീസ് പോലെ അതുപോലെയുള്ള കൊളസ്ട്രോൾ പോലെയുള്ള രോഗങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ഇതാണ് ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന കാര്യം. ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലോയെക്കുറിച്ചും ഈ ഒരു സൈക്കിളിനെ കുറിച്ചും ഈ ഒരു പ്രോസസ്സിനെ കുറിച്ചും ഒക്കെ അറിഞ്ഞ് ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് ഒരു ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ് കിട്ടിയെന്ന് നമുക്ക് പറയാം. ഞാൻ പറഞ്ഞു, ബൈബിൾ പറയുന്ന ഏക പോയിൻ്റ് ഓഫ് വ്യൂ ഇതല്ല. ബൈബിൾ പറയുന്ന ബോഡി കോൺഷ്യസിലുള്ള പോയിൻ്റ് ഓഫ് വ്യൂ ഇതാണ്. സ്പിരിറ്റ് കോൺഷ്യസ് വേറെയുണ്ട്, മൈൻഡ് കോൺഷ്യസ് വേറെയുണ്ട്. അങ്ങനെ പല ആംഗിളിനകത്ത് ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഇത് അതിൻ്റെ അകത്ത് ഒരു 1 ഡയമെൻഷൻ മാത്രമാണ്. സോ ഇത് മാത്രമാണ് ബൈബിൾ പറയുന്നത്, അല്ലെങ്കിൽ ഇത് മാത്രമാണ് വേദങ്ങൾ പറയുന്നതെന്ന് ചിന്തിക്കരുത്. ദിസ് ഈസ് ഓൺലി 1 ഡയമെൻഷൻ. പഴയ നിയമത്തിനകത്ത് നമ്മുടെ ജേക്കബ് ഒരു യാത്ര പോകുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്തെത്തിയിട്ട് ഒരു കല്ലെടുത്ത് തല അതിനകത്ത് വെച്ച് കിടന്നുറങ്ങി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം ഇത് തന്നെയാണ്. ഓക്കെ, ആ കല്ലെടുത്ത് തല വെച്ച് കിടന്നു എന്ന ദ റോക്ക് എന്ന് പറയുന്നത് ആ സാക്രം ബോണാണ്. നമ്മുടെ നട്ടലിൻ്റെ താഴെ വരുന്ന ആ ബട്ടക്സിൻ്റെ ഭാഗത്ത് വരുന്ന ബോൺ, ആ സാധനം ഇങ്ങനെ വന്ന് റെസിഡ്യൂ ചെയ്യുന്ന കേവ് എന്ന് പറയുന്ന ആ സ്ഥലം തന്നെയാണ് റോക്ക് എന്ന് പറയുന്നത്. അവിടെ തല വെച്ച് കിടന്ന് ഉറങ്ങിയപ്പോൾ അദ്ദേഹം സ്വപ്നം കണ്ടു എന്ന് പറയുന്നു. എന്താ? ഒരു കോവണി, സ്വർഗത്തോളം എത്തുന്ന ഒരു കോവണി കണ്ടു. ആ സ്വർഗത്തോളം എത്തുന്ന കോവണി എന്ന് പറയുന്നത് നമ്മുടെ നട്ടലിലാണ്, ബാക്ക് ബോണാണ്. അത് തലച്ചോറ് വരെ എത്തുന്നു. ഹെഡ് എന്ന് പറയുന്നതാണ് ഹെവൻ. അപ്പോൾ ഹെവനോളം എത്തുന്ന കോവണി എന്ന് പറയുന്നത് ഈ നട്ടലിലാണ്. അവിടെ കൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നത് ഈ ഓയിലിൻ്റെ ഫ്ലോയാണ്. അപ്പോൾ നമ്മുടെ ആ സ്പൈനൽ കോഡാണ് ആ സ്വർഗത്തോളം എത്തുന്ന കോവണി എന്ന് പറയുന്നത്. ആ ജേക്കബിൻ്റെ സ്വപ്നത്തിനകത്ത് ആ സ്ഥലത്തിന് അദ്ദേഹം ഒരു പേരിടുന്നുണ്ട്, പെനിയേൽ. ആ പെനിയേൽ എന്ന് പറയുന്നത് ഈ പീനിയൽ ഗ്ലാൻഡിൻ്റെ അബ്രിവേഷനാണ്. ഓക്കെ, സോ അദ്ദേഹം ഈ പീനിയൽ ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം കണ്ടിട്ടാണ് ആ സ്ഥലത്തിന് പീനിയൽ എന്ന് പേരിടുന്നത്. എന്നിട്ട് ആ കല്ലെടുത്ത് അവിടെ വെച്ചിട്ടൊക്കെ പോകുന്നത്. സോ ആ കഥ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഇനി നമ്മുടെ ഏദൻ തോട്ടത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ അറിവിൻ്റെ, നന്മയുടെയും തിന്മയുടെയും അറിവിൻ്റെ ആ ഒരു വൃക്ഷമുണ്ടല്ലോ, ആ വൃക്ഷം എന്ന് പറയുന്നതിന് 2 പോർഷനുണ്ട്. ഒന്ന് റൈറ്റ് ബ്രെയിനും മറ്റൊന്ന് ലെഫ്റ്റ് ബ്രെയിനും. ആ റൈറ്റ് ബ്രെയിൻ എന്ന് പറയുന്നത് ആഡം, ആ മസ്കുലിൻ എനർജിയും, ഫീമെയിൽ ഈവ് എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയും. ആ നടുക്കുള്ള ആ പാമ്പ് വന്നു എന്ന് പറയുന്നത്
ഈ ഒരു എനർജി സിസ്റ്റം നട്ടൽ വഴി മുകളിലോട്ട് കയറുന്നതാണ്. സോ ആ ട്രീയുടെ ബ്രാഞ്ചസും ശിഖരങ്ങളും ഇലകളുമാണ് ബ്രെയിനിനെ കുറിക്കുന്നത്. ആ വൃക്ഷത്തിൻ്റെ തടിയാണ് നമ്മുടെ നട്ടലിനെ കുറിക്കുന്നത്. അതിൽ ചുറ്റിക്കിടക്കുന്ന ആ പാമ്പ് വന്ന് സ്ത്രീയെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എനർജിയുടെ സ്റ്റിമുലേഷനാണ്, ആ ഫ്ലോയാണ്. ഇതേ കാര്യം തന്നെയാണ് മരുഭൂമിയിൽ ഒരു പാമ്പിനെ മോസസ് ഉയർത്തി ആ പാമ്പിനെ നോക്കുന്നവരെല്ലാം രക്ഷപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. ഈ രണ്ട് കാര്യങ്ങളെയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് മെഡിക്കൽ സയൻസ് അവരുടെ സിമ്പലിനെ എടുത്തിരിക്കുന്നത്. മെഡിക്കൽ സയൻസിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ഒരു എക്സ് ആകൃതിക്കകത്ത് ഈ പാമ്പിങ്ങനെ കിടക്കുന്നതാണ്. സോ അത് ഡ്രൈവ് ചെയ്തെടുത്തിരിക്കുന്നത് ബൈബിളിനകത്തുള്ള ജെനിസിസിനകത്തുനിന്നും മോസസ് ഉയർത്തിയ സർപ്പത്തിനകത്തു നിന്നും ഈഡ പിങ്കള നെർവ് സിസ്റ്റത്തിനകത്തുള്ള ഈ എനർജി സിസ്റ്റത്തിനെയൊക്കെ കുറിക്കുന്നതാണ് മെഡിക്കൽ സയൻസിൻ്റെ സിമ്പൽ. സോ ഇറ്റ്സ് പ്യുവർ സയൻസ്, ഇറ്റ്സ് പ്യുവർ ബയോളജി.